മൂന്നാമത്തെ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. നമ്മളുടെ നാട്ടിൽ ഉള്ള ഒരു നിയമമാണ് 18 വയസ്സ് അല്ലെങ്കിൽ പ്രായപൂർത്തിയായി കഴിഞ്ഞാൽ അല്ലെങ്കിൽ 18 വയസ്സ് കഴിഞ്ഞാൽ മറ്റുള്ളവരുമായി സെക്സിൽ ഏർപ്പെടുന്നതിൽ തെറ്റില്ല എന്നുള്ളത്. അവരുമായി ലൈംഗികമായ നിലയ്ക്ക് ബന്ധപ്പെടുന്നത് തെറ്റല്ല എന്ന് കല്യാണം കഴിക്കാതെ തന്നെ അങ്ങനെ ചെയ്യുന്നതിൽ തെറ്റില്ല എന്നാണ് നമ്മുടെ നാടിൻ്റെ നിയമം. ഈ നിയമം മാറേണ്ടതില്ലേ? എന്തുകൊണ്ട്? ഇപ്പൊ ഈ സിനിമാ ലോകത്താണെങ്കിലും അല്ലാതെയാണെങ്കിലും എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് നടന്ന പീഡനങ്ങളെക്കുറിച്ചാണ്, 10, 15, 20, 30 വർഷങ്ങൾ മുമ്പ് നടന്ന പീഡനങ്ങളെക്കുറിച്ചാണ് ഇപ്പോൾ ഇവർ വിളിച്ചു പറയുന്നത്. എന്തേ ആ സമയത്ത് തന്നെ വിളിച്ചു പറഞ്ഞില്ല? ആ സമയത്ത് വിളിച്ചു പറഞ്ഞാൽ എന്തായിരിക്കും പ്രതികരണം? അന്നൊന്നുമല്ല. അതേ സമയത്ത് അന്നൊന്നും പറയാതെ ഈ 30 കൊല്ലം കഴിഞ്ഞതിന് ശേഷം ഇവരോട് വൈകാരികമായ നിരക്ക് പ്രശ്നങ്ങൾ ഉണ്ടാവാൻ, ഇവരോട് എന്തെങ്കിലും തരത്തിൽ വേറെ ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ ഇതിനു വേണ്ടി വലിച്ചു കൊണ്ടുവന്ന് ഇതിനെയൊക്കെ വിളിച്ചു പറയുകയാണോ, അല്ലെങ്കിൽ പലതും കളവാണോ എന്ന് നമ്മൾ സംശയിക്കുക എന്നുള്ളത്, അല്ലെങ്കിൽ ആരെങ്കിലും സംശയിക്കുന്നുണ്ടെങ്കിൽ അവരെ നമുക്ക് കുറ്റം പറയാൻ പറ്റുമോ? എന്തുകൊണ്ട് ഈ 30 കൊല്ലം അതൊക്കെ മറച്ചു വെച്ചു? ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഇത് പലതും ഇതിന്റെ പിന്നിൽ പലരും പ്രവർത്തിക്കുന്നുണ്ട്. എല്ലാവരും അങ്ങനെയാണെന്നല്ല, അങ്ങനെ പലരും ഉണ്ടാവാം. എന്നാൽ പലരും ഇതിനു വേണ്ടി പ്രവർത്തിക്കുന്നത് ഈ 30 കൊല്ലക്കാലം ഒന്നും മിണ്ടാണ്ടിരുന്നു കൊണ്ട്, അല്ലെങ്കിൽ ഇത്രയും വർഷക്കാലം ഒന്നും മിണ്ടാണ്ടിരുന്നു കൊണ്ട് ഈ സമയത്ത് ഇവർ പറയാനുള്ള കാരണം പല ഉദ്ദേശ ലക്ഷ്യങ്ങളും ഇവർക്ക് ഉണ്ടാവാം. അതിന് പുറമെ ഈ 30 വർഷക്കാലം ഇവർ ചെയ്ത പ്രവർത്തനങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല സൗകര്യത്തിൽ അല്ലെങ്കിൽ നല്ല സന്തോഷത്തോടു കൂടി മുമ്പോട്ട് പോയി, അല്ലെങ്കിൽ തന്നെ നമ്മളൊന്ന് ചിന്തിച്ചു നോക്ക്, സമ്മതത്തോടു കൂടി ചെയ്യുന്നത് തെറ്റല്ല എന്നുള്ളത് ഈ ഇന്ത്യൻ നിയമമാണ്. എന്നാൽ ഏതോ ഒരു വർഷം മുമ്പ് സമ്മതത്തോടു കൂടി ചെയ്തു, ഇപ്പൊ വന്നുകൊണ്ട് പറയാണ് എനിക്ക് സമ്മതം ഉണ്ടായിരുന്നില്ല, എന്നെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞാൽ അവരെ ശിക്ഷിക്കുന്നതിൽ എന്ത് ന്യായമാണുള്ളത്? അപ്പൊ അങ്ങനെ ആ നിയമം മാറണം. അവരെ ശിക്ഷിക്കരുത് എന്നല്ല, നേരെ മറിച്ച് ആ നിയമം മാറണം. 18 വയസ്സ് കഴിഞ്ഞാൽ അല്ലെങ്കിൽ സ്ത്രീയും പുരുഷനും തമ്മിൽ പ്രായപൂർത്തി എത്തിക്കഴിഞ്ഞാൽ കല്യാണം പോലും കഴിക്കാതെ ലൈംഗികമായ നിലക്ക് ബന്ധപ്പെടുന്നത് തെറ്റില്ല, അവരുമായി എന്ത് ബന്ധവും ഉണ്ടാവാം എന്നുള്ള നിയമം അത് മാറേണ്ടതാണ്. അതൊരിക്കലും തന്നെ അതിൽ ന്യായമില്ല. അക്കാരണത്താൽ ആരെങ്കിലും ശിക്ഷിക്കപ്പെടുന്നുണ്ടെങ്കിൽ ആ ശിക്ഷയിൽ ഒരു ന്യായമില്ല എന്ന് സ്വാഭാവികമെന്നോണം പറയാം. ഇവിടെയും പരിശുദ്ധമായ ഇസ്ലാം പറഞ്ഞൊരു വിഷയമുണ്ട്. പരിശുദ്ധമായ ഇസ്ലാം ഖുർആനിൽ പറയാണ്, വല്ലദീനഹും ലിഫുറൂജിഹിം ഹാഫിളൂൻ, അവരുടെ ഗുഹ്യ ഭാഗങ്ങളെ സൂക്ഷിക്കുന്നവർ. വളരെ പ്രധാനപ്പെട്ട വിഷയം വളരെ നല്ല തരത്തിൽ അല്ലാഹു തആല അവതരിപ്പിക്കുകയാണ്. പരിശുദ്ധമായ ഖുർആൻ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു തരാം. എന്താണ് അല്ലാഹു തആല പറയാണ്, ഇവർ ഒരു വിഭാഗത്തെ കുറിച്ച്, നല്ലവരാകുന്ന മുഅ്മിനീങ്ങളാകുന്ന നല്ല മനുഷ്യന്മാരെ കുറിച്ച് പറയാണ്, അവരവരുടെ ഗുഹ്യ ഭാഗങ്ങളെ സൂക്ഷിക്കുന്നവരാണ്. അതിനുശേഷം പറഞ്ഞു, ഇല്ലാ അലാ അസ്വാജിഹിം ഔ മാ മലക്കത് അയ്മാനുഹും, ഒന്നിരിക്കെ അവരുടെ നിയന്ത്രണത്തിലുള്ള, അതായത് കല്യാണം കഴിച്ചവരല്ലാതെ വേറെ ഒരാളുമായി അവർ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നില്ല. എന്തിനാണ് ഇത് ചെയ്യുന്നതെന്നറിയോ? ഫഇന്നഹും ഗൈറു മലൂമീൻ. ഇങ്ങനെ ചെയ്താൽ, അതായത് മറ്റുള്ളവരെ 18 വയസ്സാകുമ്പോഴേക്കും ആർക്കും തോന്നുന്ന തരത്തിൽ ആരുടെ കൂടെയും പോകാം എന്ന നിയമങ്ങളല്ലാതെ കല്യാണം കഴിച്ചാൽ മാത്രമേ, ഒരാളെ കല്യാണം കഴിച്ചാൽ മാത്രമേ അവരുമായി ബന്ധപ്പെടാൻ പാടുള്ളൂ എന്നുള്ള നിയമം വെച്ചത് കൊണ്ടുള്ള കാരണം, അല്ലെങ്കിൽ അങ്ങനെയാണ്, ആ തരത്തിലാണ് ഒരുത്തൻ ജീവിക്കുന്നത് എങ്കിൽ അവർ ആക്ഷേപിക്കപ്പെടുകയില്ല എന്നാണ്. വളരെ നല്ലൊരു പ്രയോഗമാണ് അല്ലാഹു തആല പറഞ്ഞത്, ആക്ഷേപിക്കപ്പെടുകയില്ല എന്ന്. യഥാർത്ഥത്തിൽ ഇവിടെയുള്ള നിയമം, ഒരു പെണ്ണുമായി ലൈംഗികമായ ബന്ധം ഏർപ്പെടുന്നതിൽ വിരോധമില്ല, അവള് പ്രായപൂർത്തിയെത്തുകയും അവരുടെ സമ്മതം ഉണ്ടാവുകയും ചെയ്യുകയാണ് എങ്കിൽ അതാണ് പിന്നീട് വലിയ പ്രശ്നങ്ങളാകുന്നത് എന്ന് ഞാൻ പറഞ്ഞു. എന്നാൽ എന്നാൽ ഇതേ ഇവിടെയുള്ള നിയമം തന്നെ വേറൊന്നാണ്. കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ പോലും, കല്യാണം കഴിച്ചു, ആ കല്യാണം കഴിച്ചതിന് ശേഷം ഒരാള് കേസ് കൊടുക്കുകയാണ് ഒരു പുരുഷനെതിരായിട്ട്, എന്നെ അവൻ ലൈംഗികമായ നിലക്ക് പീഡിപ്പിച്ചു എന്ന്. എന്നാലും അവൻ ശിക്ഷിക്കപ്പെടും ഈ ഇന്ത്യൻ നിയമം പ്രകാരം. എന്നാൽ നമ്മളൊന്ന് ചിന്തിച്ചു നോക്കുക, ഒന്നിരിക്കെ ഇന്ന് വരെ അങ്ങനെ ഒരു കേസ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ടാവുകയില്ല. ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ വളരെ വിരളമായ നിരക്കായിരിക്കും അങ്ങനെയുള്ള കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടാവുക. എന്നാലും ഇനി ഒരാൾ തന്നെ, എൻ്റെ ഭാര്യ, ഏതെങ്കിലും ഒരാളുടെ ഭാര്യ അദ്ദേഹത്തിനെതിരായി പോയി കേസ് കൊടുക്കണം, ഞാൻ ലൈംഗികമായി അദ്ദേഹത്തിനാൽ പീഡിപ്പിക്കപ്പെട്ടു എന്ന്. എന്നാൽ അദ്ദേഹത്തിനെ അന്തമുള്ള ഏതെങ്കിലും ഒരാൾ ആക്ഷേപിക്കുമോ? നീ ചെയ്തത് തെറ്റാണ് എന്ന് പറയുമോ? ഒരാൾ പോലും പറയില്ല. അതാണ് ആക്ഷേപിക്കപ്പെടൂല എന്നുള്ളത്. അതേ സമയത്ത് വേറൊരു നമ്മുടെ നാട്ടിലുള്ള ഒരു നിയമമാണ്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പ്രായപൂർത്തി എത്തിക്കഴിഞ്ഞാൽ അവളുമായി അവളുടെ സമ്മതത്തോടുകൂടി ലൈംഗികമായ ബന്ധപ്പെടുന്നതിൽ തെറ്റില്ല എന്ന്. എന്നാൽ ഈ നിയമത്തിനനുസരിച്ച് ഇവിടെ തെറ്റല്ലാത്തൊരു കാര്യം വേറെ ഒരാൾ അറിഞ്ഞാൽ,
മറ്റുള്ളവരുമായി മോശപ്പെട്ട തരത്തിലുള്ള ബന്ധമുണ്ട് എന്നറിഞ്ഞാൽ എന്തായിരിക്കും അവരാക്ഷേപിക്കുമെന്ന കാര്യത്തിൽ എന്ത് സംശയമാണുള്ളത്? അതാണല്ലോ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അല്ലാഹു തആല പരിശുദ്ധമായ ഖുർആൻ വളരെ വ്യക്തമായ നിലക്ക് തന്നെ പറഞ്ഞതാണ്, ഭാര്യയുമായി ബന്ധപ്പെടുന്നതിലല്ലാതെ നിങ്ങൾ ഏത് വഴി നോക്കുകയാണെങ്കിലും പിന്നീട് നിങ്ങൾ ആക്ഷേപിക്കപ്പെടും. ആ സമയത്ത് നിങ്ങൾക്ക് സന്തോഷം ഉണ്ടാവാം, സമ്മതത്തോടു കൂടി ആയിരിക്കാം ചെയ്യുന്നത്, പിന്നീട് നിങ്ങൾ ആക്ഷേപിക്കപ്പെടും. കല്യാണം കഴിക്കുകയാണ് എങ്കിൽ ആ സമയത്ത് നല്ല ഒരു സമയത്ത് പോലും നിങ്ങൾ അവരെ കേസിൽ കുടുക്കിയാൽ പോലും ഒരാൾ പോലും അദ്ദേഹത്തെ ആക്ഷേപിക്കുകയോ അല്ലെങ്കിൽ അദ്ദേഹം ആക്ഷേപത്തിന് അർഹനാവുകയോ ചെയ്യുകയില്ല എന്ന് പരിശുദ്ധമായ ഖുർആൻ പറഞ്ഞതാണ്. ഇസ്ലാം പറഞ്ഞ ഈ നിയമങ്ങൾ ഓരോന്നും ഏതൊരു നാട്ടിൽ നടപ്പിലാക്കുന്നുണ്ടോ അവിടെയെല്ലാം സ്ത്രീ സുരക്ഷ വളരെ നന്നായി തന്നെ നടക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. അല്ലാഹു തആല